എന്ത് പറ്റിയ അച്ഛന്മാരെ? എത്ര ഒരുക്കത്തോടെ അവർ കുമ്പസാരിച്ചു. എല്ലാവരും കരഞ്ഞ് കണ്ണീരൊഴുക്കി നല്ല കുമ്പസാരം നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്കും നല്ല ഉത്സാഹമായിരുന്നു. 8:30 ഞങ്ങൾക്ക് മടുപ്പുണ്ടായില്ല. സഹോദരങ്ങളെ, അവസാന ദിവസം എല്ലാവരും വിശുദ്ധ കുർബാന സ്വീകരിക്കും. വൈകുന്നേരം 5 മണിക്ക് കൺവെൻഷൻ അവസാനിക്കണം. എന്നാൽ കുറച്ച് സമയം നീണ്ടുപോയി. 5:30 കഴിഞ്ഞു. രോഗശാന്തി സാക്ഷ്യപ്പെടുത്തലൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് പരിശുദ്ധ കുർബാന എടുത്ത് ആശീർവദിക്കാൻ ഈശോയെ കയ്യിലെടുക്കാൻ പോയ നേരത്ത് പെട്ടെന്ന് ഈ രാത്രി കറണ്ട് പോയാൽ എങ്ങനെയിരിക്കും, അതുപോലെ പെട്ടെന്ന് ആ ദേശം മുഴുവനും ഇരുണ്ടുകൂടി. ശക്തമായ കാറ്റ് വരുന്നു. ജനമൊക്കെ ആരാധനയിലേക്കൊന്നും നോക്കുന്നില്ല. അവർ ഓടുക വീടുകളിലേക്ക്. കാരണം താൽക്കാലികമായി ഉണ്ടാക്കിയ പന്തലാണ്. ജനം ഓടുക. വികാരി ശുഭം അച്ഛാ എത്രയും പെട്ടെന്ന് ആരാധന ക്ലോസ് ചെയ്യും. എന്ത് വെച്ചാൽ കണ്ടില്ലേ, പന്തല് കാടി ഉലയുന്നു, കൊടുങ്കാറ്റ. പെട്ടെന്ന് ആശീർവാദം കൊടുത്തു. പിന്നെ അച്ഛൻ എന്നെ പിടിച്ച് വലിച്ച് പുറത്തിറക്കി. എന്തിനച്ഛൻ എന്നെ വലിക്കുന്നേ? ഈ അച്ഛൻ നിൽക്കുന്ന ഈ സ്റ്റേജിലെ ഷെഡും താൽക്കാലികമാണ്, അതും ആടിത്തുടങ്ങി. അപകടം ഉണ്ടാകാതിരിക്കേണ്ട അച്ഛനെ പുറത്തിറക്കിയെന്ന് പറഞ്ഞു. വാശ കാപ്പുടിക്കാന്നും പറഞ്ഞു. അപ്പോൾ ഈ ജനക്ക് ഓടി വീട്ടിലേക്ക്. അവര് കഴിച്ച് വലിയ കൊടുങ്കാറ്റാണ്. അങ്ങനെ അച്ഛൻ്റെ ഊട്ടുമുറിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഹോദരങ്ങളെ പെട്ടെന്ന് ഇടിവെട്ട് തുടങ്ങി. ഇടിവെട്ട് നോക്കിയപ്പോൾ ഒരു ഒരിക്കലുമില്ലാത്ത രീതിയിൽ പെരുമഴ ആ ദേശത്ത് പെയ്യുകയാണ്. പെരുമഴ. സഹോദരങ്ങളെ, വീട്ടിൽ പോയ ആളുകളൊക്കെ തിരിച്ചോടി വരികയാണ്. മുറ്റത്ത് വന്ന് അവർ നൃത്തം ചെയ്തു. മഴ തന്ന കർത്താവിന് നന്ദി പറഞ്ഞവർ ഡാൻസ് ചെയ്യുക. കൺവെൻഷൻ കഴിഞ്ഞ് മൂട്ടിലെ പൊടി നട്ടി ഞാൻ തിരിച്ചു പോന്നു. 1 വർഷം കഴിഞ്ഞു ഊട്ടിയിൽ സേക്രഡ് ഹാർട്ട് കത്തീഡ്രൽ പള്ളിയിൽ ധ്യാനം നടത്താൻ ചെന്നെങ്കിൽ അവിടെ 3 ദിവസത്തെ ധ്യാനം. ഇച്ചിരി അകലെ യാത്രയായതുകൊണ്ട് ഉടുപ്പിട്ട് പോയില്ല, പാൻറ്റും ഷർട്ടും ആയിരുന്നു. അപ്പം ഞാൻ കാറിൽ മുറ്റത്ത് കാറിൽ നിന്നു. ഞാൻ കാറിൽ നിന്ന് പുറത്തിറങ്ങിയ ഉടനെ ഈ ജീൻസും ടീഷർട്ട് ഇട്ടിട്ട് ഒരു മനുഷ്യൻ ഓടി വന്ന് എൻ്റെ കൈ പിടിച്ച് മുത്താൻ തുടങ്ങി. ഞാൻ പെട്ടെന്ന് കൈ പിൻവലിച്ചു. ഞാൻ ദേഷ്യത്തോടെ, നിങ്ങൾ ആരാ? എൻ്റെ കൈ എന്തിനാ മുത്ത? ഞാൻ ബിഷപ്പൊന്നുമല്ല, ഞാൻ അവിടെ പ്രസംഗിക്കാമെന്നൊരു ഡൂക്കിളി അച്ഛനാണ്. കണ്ടറിഞ്ഞൂല, ആകെ ഞാഞ്ഞുള്ളൂ പോലെ ഇരിക്കുന്ന സാധനം. പണ്ടൊക്കെ നിങ്ങൾ എന്നെ കണ്ടപ്പോൾ ആപ്പിൾ പോലെ തൊടുത്തിരുന്നതാണ്. ഇപ്പം മുരിങ്ങാക്കോല് വലയായിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും? ഹല്ലേലൂയ. അല്ലേ അമ്മച്ചി? ഇപ്പം അങ്ങനെയായില്ലേ? സങ്കടമുണ്ട്. കുറച്ച് ആപ്പിൾ വാങ്ങി തന്നാൽ മതി. പ്രൈസ് അല്ലോ. ഹല്ലേലൂയ. അപ്പം ഞാൻ, നിങ്ങൾ ആരാ? അപ്പം ആ മനുഷ്യൻ പറഞ്ഞു, ഫാദർ, ഇവിടുത്തെ വികാരി അച്ഛനാണ് ഞാൻ. അച്ഛനെന്തിന് എൻ്റെ കൈമുത്തനും? ബിഷപ്പിൻ്റെ അല്ലേ കൈമുത്തേണ്ടത്? എൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും പറഞ്ഞു അച്ഛന് നന്ദി പറയണു. അച്ഛൻ സ്നേഹം കൊണ്ട് കൈമുത്താൻ വന്നതാണ്. ഇതിനച്ഛൻ എൻ്റെ കൈമുത്ത്? നിങ്ങളുടെ അപ്പനും അമ്മ എന്ത് പറഞ്ഞെന്ന് അച്ഛൻ പറയണം? എൻ്റെ കൈമുത്താനാ? അച്ഛ, 1 വർഷം മുൻപ് അച്ഛൻ മൈക്കിൾ പാളയത്ത് പോയില്ലേ ധ്യാനിപ്പിക്കാൻ? പോവാ. അന്ന് മഴ കിട്ടിയത് ഓർക്കുന്നുണ്ടോ? പോവാ. അന്ന് തുടങ്ങി 1 വർഷമായിട്ട് കൂടെ ആ ദേശത്ത് നല്ല മഴ കിട്ടിക്കൊണ്ടിരിക്കുന്നു. കിണറുകൾ നിറഞ്ഞു, കുളങ്ങൾ നിറഞ്ഞു. അച്ഛൻ വയലുകളിൽ കൃഷി ഇറക്കി, നല്ല വിളവുകൾ. ഇന്നത് തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശമാണച്ചോ. സഹോദരങ്ങളെ, ഒരു ദേശം മുഴുവനും താഴ്വാരത്തിലായിരുന്നു. ആ ദേശം മുഴുവനും മല കയറി ആത്മീയ മലകയറ്റം നടത്തി. ആത്മീയ മനുഷ്യരായി മാറി. നല്ല കുമ്പസാരം നടത്തി, ആദ്യ കുർബാന സ്വീകരണം നടത്തി. സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളൊക്കെ ആത്മീയ മല കയറണം. എങ്കിലും ഒരു അത്ഭുതം ഈ ഹാളിൽ നടക്കില്ലേ? ഒരത്ഭുതവും ഇവിടെ നടക്കാം. ഒരു ചുക്കും സംഭവിക്കുന്നത് സത്യമാണ്. ഹബക്കൂക്ക് 1:5 പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്തൊരു പ്രവൃത്തി വരും നാളുകളിൽ കർത്താവ് നിങ്ങളുടെ ഇടയിൽ ചെയ്യാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ശാന്തമാവുക. ഇരിക്കുക. എനിക്ക് ആരും പേടിക്കണ്ടെങ്കിൽ എനിക്കുണ്ടായി ക്ലാസ്സിൽ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്തൊരു പ്രവൃത്തി വരും ദിവസങ്ങളിൽ കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഹബക്കൂക്ക് 1:5. അത് നടക്കണമെങ്കിൽ ഇവിടെ ആത്മീയ മലകയറ്റം നടന്നിരിക്കണം. താഴ്വാരത്തിൽ കിടന്ന ഒരു ചുക്കും അവിടെ നടക്കില്ല. ഈ ധ്യാനം വരെ പാഴ്വേലയായിരിക്കും. ആത്മീയ മനുഷ്യരായി നിങ്ങൾ മാറിയിരിക്കണം. പ്രൈസ് ദി ലോർഡ്.